പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം വൈകിപ്പിച്ചത് മനഃപൂർവ്വമെന്ന് ചാണ്ടി ഉമ്മൻ MLA 24നോട്. വീണ ജോർജ് സ്ഥാനത്തിരിക്കാൻ അർഹയല്ല എന്ന് തെളിയിച്ചു. ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യത്തിൽ നിന്ന് UDF പിന്നോട്ട് പോകില്ലെന്നും ചാണ്ടി ഉമ്മൻ. അത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അത് ആരോഗ്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇതിനകത്ത് പങ്കുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അതെല്ലാം തെളിയിക്കണമെങ്കിൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം. ഇവിടുത്തെ ഒരു രോഗിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ആളുടെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഇത് വളർന്നിട്ടുണ്ടെങ്കിൽ അടിയന്തരമായി തിരുവഞ്ചൂർ സാറ് പറഞ്ഞ പോലെ ജുഡീഷ്യൽ അന്വേഷണം വേണം. ഈ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം നടത്താതെ മോൻ രക്ഷിക്കാമെന്ന് വിചാരിക്കേണ്ട. തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ കോൺഗ്രസും UDFും ശക്തമായി ഉറച്ചു നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് 25 ലക്ഷം രൂപ, അതുപോലെ ജോലി, അതുപോലെ തന്നെ ആ കുടുംബത്തെ ദത്തെടുക്കുന്ന ഉൾപ്പെടെ ആ കുട്ടിയുടെ ചികിത്സാ ചെലവ് ഉൾപ്പെടെ അത് പരിഗണിക്കാതെ മുന്നോട്ട് പോകാൻ ഈ സർക്കാരിനാവില്ല. എന്തായാലും വരുന്ന മണിക്കൂറുകളിലും ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമായി വിമർശിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സർക്കാരിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമ്മുടെ തന്നെ പ്രതീക്ഷ. ഈ കുടുംബത്തിനുള്ള അത്താണി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഗവൺമെൻറ്റിനും മറ്റ് വഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നൂറുകണക്കിന് ജനങ്ങൾ ഇപ്പോൾ തലയോലപ്പറമ്പിലേക്ക് ഒഴുകുന്നുവെന്ന് മനസ്സിലാക്കുന്നു. 11 മണിക്കാണ് വീട്ടുവളപ്പിൽ ബിന്ദുവിൻ്റെ സംസ്കാരം നടക്കുക.